ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1927. ഇന്ന് ഏപ്രിൽ മാസം 10-ാം തീയതി. ഈ ആണ്ടിലെ 100-ാമത്തെ ദിവസമാണ്. അകൃത്യങ്ങളെ നമ്മൾ നിയമലംഘനമായി കാണും. നിയമലംഘനം രണ്ടു വിധത്തിലാകാമെന്നും നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്ന് കഴിഞ്ഞ പുലരി നമ്മൾ പരിചയപ്പെട്ടതാണ്. അരുതെന്ന് നിയമം വിലക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് അത്. രണ്ടാമത്തെ മാനം ചെയ്യണമെന്ന് കൽപ്പിക്കുന്നത് ചെയ്യാതിരിക്കുന്നത്. അതാണ് അകൃത്യങ്ങളുടെ മറ്റൊരു മാനം. ചെയ്യണമെന്ന് അനുശാസിക്കുന്നതൊന്നും ചെയ്യാതിരിക്കുക. ഇതിനെ പരിശുദ്ധ സഭ കടമെന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുക. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കടമകൾ നിർവഹിക്കാതിരിക്കുക. ഇതാണ് ഈ കടം. ഈ അർത്ഥത്തിലാണ് നമ്മൾ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ കടത്തെക്കുറിച്ച് പറയും. കടവും പാവവും ചെയ്യേണ്ടത് ചെയ്യാതെ പോകും. വിശുദ്ധനായ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം അവസാനിക്കുന്നത് ഇതിനെക്കുറിച്ച് തന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട്, ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. പാപം നിയമലംഘനമാണെന്ന് പറയുമ്പോൾ പാപത്തിന്റെ രണ്ടു മാനങ്ങളും ഒരുപോലെ ശ്രദ്ധേയമാവും. അരുതെന്ന വിലക്കുകൾ ലംഘിക്കുന്നത് എളുപ്പത്തിൽ ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അരുതെന്ന് വിലക്കുന്ന കാര്യങ്ങൾ നമ്മൾ ലംഘിച്ചാൽ ആരുടെയെങ്കിലുമൊക്കെ ശ്രദ്ധയിലത് പെടും. എന്നാൽ ഉപേക്ഷ മൂലം ഉത്തരവാദിത്തങ്ങൾ, കടമകൾ നിർവഹിക്കാതെ പോകുന്നത് അത്ര തന്നെ എളുപ്പത്തിൽ ശ്രദ്ധിച്ചെന്ന് വരില്ല. നമ്മളിങ്ങനെ പരീക്ഷക്കാലത്തൊക്കെ മക്കൾ എന്തെടുക്കുക, അയ്യോ പുസ്തകം തുറന്നു വെച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണുമ്പോൾ, വെറുതെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരാശ്വാസം. പക്ഷെ അവരപ്പോഴും പഠിക്കുകയാണ്, അറിയില്ല. ദൈവത്തോടും സഹോദരങ്ങളോടും ഈ സൃഷ്ട പ്രപഞ്ചത്തോടും ഒടുവിൽ തന്നോട് തന്നെയുമുള്ള കടമകൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ അവബോധം ഓരോ മനുഷ്യനും ഉണ്ടാവണ്ടേ. ആ കടമകളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ പറ്റാവുന്നതുപോലെ ആത്മാർത്ഥതയിൽ, സത്യസന്ധതയിൽ, വിശാല ഹൃദയത്തിൽ, വിശാലമായ ഒരു ആകാശത്തിൽ നിർവഹിക്കണ്ടേ. അന്തിമവിധിയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ച് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം. ക്രിസ്തുയേശു എടുത്തു കാട്ടുന്ന 6 കാര്യങ്ങളുണ്ട്. വിശക്കുന്നവന് അപ്പം, ദാഹിക്കുന്നവന് വെള്ളം, നഗ്നന് വസ്ത്രം, രോഗിക്ക് പരിചരണം, അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നവന് ഒരു ആശ്വാസവും ആശ്രയവും, തടവിൽ കഴിയുന്നവന് ഒരു സാമീപ്യം, സാന്ത്വനമൊക്കെ. ഈ 6 കാര്യങ്ങളും ഉപേക്ഷയുടെ പട്ടികയിൽ പെടുന്നതാണ് കേട്ടോ. വിശക്കുന്നതിന് ആഹാരം നൽകാതിരിക്കുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ അനുഭവിക്കുന്നവരെ കഴിവിനൊത്ത് സഹായിക്കാതിരിക്കുന്നതെല്ലാം കടങ്ങളായി മാറുകയാണ്. അവ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനും തിരുത്താനും ഈ നോമ്പുകാലം ഓരോരുത്തർക്കും സഹായകരമായി മാറട്ടെ. ആമേൻ.